നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ 4ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ധർമ്മം, പിന്നെ ഒന്ന് അർത്ഥം, പിന്നെ ഒന്ന് കാമം, പിന്നെ ഒന്ന് മോക്ഷം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? സദാചാരം, മര്യാദയോടുകൂടി പെരുമാറുന്ന മൂല്യങ്ങളും നിഷ്ഠകളും നിയന്ത്രണങ്ങളുമാണ്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദി എത്തിക്സ് ഓഫ് ലൈഫ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അതാണ് ഈ ധർമ്മം. അപ്പോൾ ധർമ്മത്തിനനുസരിച്ച് നിന്നാൽ ഒരു പിണക്കവുമില്ലാതെ ഈ ലോകത്തിൽ ജയിച്ചു പോവാം. ധർമ്മത്തിനെ ലംഘിച്ചാൽ അവന് പരാജയമാണ്. അതാണല്ലോ ദുര്യോധനന് 11 അക്ഷൗഹിണി സേനയുണ്ടായിട്ടും ഭീഷ്മ, ദ്രോണ, കർണാദികൾ തൻ്റെ ഭാഗത്തുണ്ടായിട്ടും ജയിക്കാൻ പറ്റിയില്ലല്ലോ. എന്താ കാരണം? ധർമ്മലംഘനമാണ് അതിന് കാരണം. അപ്പോൾ നമ്മളെ പരിരക്ഷിക്കുന്നത്, ആപത്തിലും സമ്പത്തിലും പരിരക്ഷിക്കുന്നതെന്തോ അതാണ് ധർമ്മം. അത് പഠിപ്പിക്കണം. ആ ധർമ്മമാർഗത്തിലൂടെ നമുക്ക് ജീവിക്കാനും ആശകൾ നിറവേറ്റാനും വേണ്ടി പണം സമ്പാദിക്കാം. ആ സമ്പാദിച്ച പണം മുഴുവനും വേണ്ടതുപോലെ വിനിയോഗിക്കണം, ആശകൾ നിറവേറ്റണം. എന്നിട്ട് നമ്മുടെ കുട്ടികൾ മുതിർന്ന് വലുതാവുന്നതോടുകൂടി നമ്മുടെ മനസ്സിൽ ഒരാശയും ഉണ്ടാവരുത്. പിന്നെ ആശിക്കേണ്ടതൊക്കെ കുട്ടികളാണ്, നമ്മുടെ ഇന്നിങ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകണം. അങ്ങനെ പോയി അത് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റിയാൽ പിന്നെ നമ്മൾ പിന്തുടരേണ്ടതാണ് മോക്ഷം അഥവാ ജീവൻ മുക്തി. അപ്പോൾ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന 4 എണ്ണമാണ്. ഇത് വാസ്തവത്തിൽ വേറെ വേറെയല്ല, ഒന്ന് മറ്റൊന്നിലേക്ക് നയിച്ച് എല്ലാം കൂടി നമ്മളെ മുക്തനാക്കി തീർക്കുക.